ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ പുട്ടുപൊടിയും തൊലി കറുത്ത നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പഴുത്ത പഴമാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത പഴമാണ്. അപ്പോൾ ഇതുപോലെ പഴുത്ത പഴം വേണം നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നെയ്യിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 5-6 കാഷ്യൂ എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ നിലക്കടലയില്ലേ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബദാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നമുക്കൊന്നങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. രണ്ടും കൂടെ അങ്ങ് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പഴം നന്നായിട്ട് തന്നെ ഈ നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും, കാരണം നന്നായിട്ട് പഴുത്ത പഴമാണ്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം കേട്ടോ, ആ ഒരു ഇതിലായി വരണം. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പഴത്തിലേക്ക് ഞാൻ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ 2 പത്തിരി ഉണ്ടാക്കാനുള്ളൊരു അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഴം ഒരെണ്ണം എടുക്കുക, അതുപോലെ തന്നെ 1 അച്ച് ശർക്കര എടുക്കുക. അങ്ങനെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പഴം എടുത്തത്. പഴം ഏകദേശമൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങ് വെന്തുടഞ്ഞ് വരും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പഴം ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടില്ല കേട്ടോ. ഈ തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ഇതിൽ കിടന്നൊന്നങ്ങ് വേവുന്ന രീതിക്കും വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ, അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് നമ്മളുടെ ശർക്കര മെൽറ്റ് ചെയ്തത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഫുള്ളായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ബാക്കി ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. ഇപ്പോൾ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ്. 1 കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ പഠിച്ചതോ ഏതായാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് പുട്ടുപൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ, ഞാൻ ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിന് 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു വെള്ളം കൊണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഉണ്ടല്ലോ, നമുക്ക് ആദ്യം ഇതെന്തായാലും ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ 1 കപ്പ് അളവിലും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. സെയിം കപ്പിന് തന്നെ നമ്മൾ 1 കപ്പ് അളവ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതൊന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. കാരണം പുട്ടുപൊടി എല്ലായിടത്തും ഒരുപോലെ ഉള്ള ഒരു അളവായിരിക്കില്ല, ഒരുപോലെ ആയിരിക്കില്ല നനച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തത്. അപ്പം മൊത്തം ഇപ്പോൾ ഞാൻ 2.5 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഈ ഒരു കപ്പ് അളവ് പുട്ടുപൊടിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു ലൂസിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഇതിലേക്ക് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ എല്ലാം കൂടി 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അളവ് പുട്ടുപൊടിക്ക് 3 കപ്പ് അളവ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു സ്റ്റീലിൻ്റെ തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇതുപോലെ അവിയിൽ വെച്ച് വേവിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റോ അങ്ങനെ എന്തായാലും മതി കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു ആവിച്ചമ്പിലേക്ക് നമ്മൾ ഈ ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ ആവിച്ചമ്പിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള, അതായത് ആവി വരുന്ന ആ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ ഈ ഒരു തട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 3-4 സ്പൂണ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അധികം കനത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 2 അപ്പം ഉണ്ടാക്കാനുള്ളൊരു മാവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് പകുതിയായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊരു തട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. 1 മിനിറ്റ് മതിയേ, കൂടുതലൊന്നും വേണ്ട. നന്നായിട്ട് ആവി വരുന്ന ആ ഒരു ഇതിൽ വേണം നമ്മൾ ഇത് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ആവിച്ചെമ്പിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റായിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ മിക്സില്ലേ അത് ഇതിൽ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് ഒന്ന് അങ്ങ് ആവി കയറ്റി എടുത്തതുകൊണ്ട് ഈ ഒരു മാവിലേക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് അങ്ങ് മിക്സായി പോകുമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരിച്ചിരി ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ എല്ലായിടത്തേക്കും നന്നായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ആ മാവ് കവർ ചെയ്യുന്ന വിധത്തിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പഴത്തിൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിനി മാവ് ഇതിൻ്റെ മേലെ കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് അങ്ങ് കനത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരു 3-4 സ്പൂണ് മതി. അതായത് ഈ ഒരു പഴം ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ച് പഴം കാണാത്ത രീതിയിൽ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്കൊരു തട്ട് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ അടച്ച് വെച്ച് കൊടുക്കണം. ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആവി വെള്ളം ഇതിലേക്ക് കയറിയിട്ട് നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് ഈ ഒരു അപ്പം വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു അപ്പം വെന്ത് കിട്ടുമേ. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആവി കയ്യിലേക്ക് കയറും, പെട്ടെന്ന് തന്നെ നമുക്ക് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ നമ്മളുടെ ആ ഒരു തട്ടില്ലേ അതൊന്ന് അടച്ച് വെച്ചപ്പോൾ ഈ ഒരു പത്തിരിയുടെ മേലെ തട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് നിൽക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു തട്ട് അതിൽ മുങ്ങിക്കിടന്ന കാരണമാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നല്ല പ്ലെയിനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇനി ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സൈഡൊക്കെ വിട്ട് വരും. ഒന്നിലും നിങ്ങൾക്ക് മറിച്ച് കൊട്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. തിരിച്ച് കൊട്ടിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വിട്ടു പോരും. കാരണം നമ്മൾ നെയ്യൊക്കെ പരട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ നമ്മുടെ ഈ ഒരു അരിമാവിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. 4 മണിക്ക് ചായക്കൊപ്പോ അതെങ്കിൽ കാലത്തോ ഒക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പഴം കഴിക്കാൻ പൊതുവേ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ, നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.